ഒന്നും എടുക്കണ്ട, ഇതിന്റെ സ്വർണ്ണത്തെ തൊട്ടിട്ടുള്ള വീട് പണിയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? വീട് പണി ഇങ്ങനെ പകുതിക്ക് ഇടാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് ശരിയാക്കാടി, അതിനൊക്കെ വഴികളുണ്ട്. അവന് അടുത്താഴ്ച പൈസ അയക്കും, അത് നീ എടുത്തോ. അതെനിക്ക് വേണം, അത് പറയാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കറിയാം ഇപ്പൊ അടുത്ത ആഴ്ച പൈസ അയക്കാന്ന്. അതല്ലമ്മ, ഇനിയിപ്പോ അവളെന്തെങ്കിലും പറയുമോ? കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇപ്പൊ ഇക്ക അയക്കുന്ന പൈസയൊക്കെ ഞാനല്ലേ കൊണ്ടുപോണ്. ഞാൻ അവളെന്തെങ്കിലും. ആര്? അവളാ? നേരെ അവളെ താഴെ ഉയർത്തി പിടിച്ചിട്ട് എന്റെ മുമ്പിൽ നിൽക്കാത്തവളാ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്. നീ ഒന്ന് പൊക്ക. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവൾ ഇതിൽ ചോദിക്കാൻ വരേണ്ട ആവശ്യം എന്താ? നിന്റെ ആങ്ങളെ അയക്കുന്ന പൈസ എന്താ നിനക്ക് അവകാശമില്ലേ? പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ അവൾക്ക് എന്താടി അറിയുക? അവന്റെ ശമ്പളം എത്രയാണോ അല്ലെങ്കിൽ അവൻ എത്ര അയക്കുന്നോ ഒന്നും അവൾക്ക് അറിയില്ല. അതന്നെ നല്ലത്. അവളെ ഒന്നും അറിയണ്ട. പിന്നെ കാശ് അയക്കുന്നത് ഉമ്മാന്റെ അക്കൗണ്ടിക്കല്ലേ, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കാനില്ല. പിന്നൊരു കാര്യം ഉണ്ടടി, അവളുടെ ആങ്ങളൊക്കെ കോളേജിൽ ഫീസ് അടയ്ക്കാൻ അത്ര 1,000 രൂപ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഞാൻ ഇന്ന് ബിരിയാണി ഒന്ന് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്താ ചെയ്യണ്ട്? കൊടുക്കണ്ടമ്മ, 1 രൂപ പോലും കൊടുക്കണ്ട. എന്റെ ആങ്ങളെ സമ്പാദിക്കുന്നത് എന്താ? അവളുടെ വീട്ടിൽ കൊടുക്കാൻ 1 രൂപ പോലും നിങ്ങൾ കൊടുക്കണ്ടാട്ടാ. നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞ. ഞാൻ കൊടുക്കൊന്നുമില്ല. ഞാൻ നിന്നോടൊന്ന് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. നീ എന്തായാലും വീട് പണിക്ക് എന്റെ അടുത്ത് പൈസക്ക് വരുമെന്ന് എനിക്ക് അറിയാം. പിന്നെ ഞാൻ അതിന് കൊടുക്കുവോ? ഞാൻ അന്ന് കൊടുക്കില്ല. എനിക്കെന്താ വട്ടാ.